Hello dear friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദുർഗ വിവേക്. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ ഓട്ടോഫിൽ ഓപ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഈസി ആയിട്ട് എങ്ങനെ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഓർഡർ എങ്ങനെ എൻ്റർ ചെയ്യാം, ഒരു ഡേ ഓർഡർ, മന്ത് ഓർഡർ, ഇതൊക്കെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു സീരീസ് ഓഫ് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് എക്സലിൽ ഒരു സെല്ലിനകത്ത് ഞാനൊരു നമ്പർ എൻ്റർ ചെയ്യുന്നു, 1 എന്ന് എൻ്റർ ചെയ്തു. 1 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സെല്ലിൻ്റെ ബോർഡറിൽ റൈറ്റ് ബോട്ടം കോർണറിൽ നമുക്കൊരു സ്ക്വയർ സിമ്പിൾ കാണാൻ കഴിയും. ഒരു സ്ക്വയർ സിമ്പിൾ, ആ സ്ക്വയർ സിമ്പിളിന് മേളിൽ നമ്മൾ മൗസ് കഴ്സർ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു നാരോ പ്ലസ് സിമ്പിൾ ലഭിക്കുന്നതാണ്. ആ പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഏതുവരെയാണോ നമുക്ക് വേണ്ടത് അത്രയും നമ്പേഴ്സിലേക്ക് അത്രയും സെൽസിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഓട്ടോഫിൽ ഓപ്ഷൻ ലഭിക്കും. ആ ഒരു ഓട്ടോഫിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ഒരു ഓട്ടോഫിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഫിൽ സീരീസ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു സീരീസ് ഓഫ് നമ്പർ സീരീസിലേക്ക് ചേഞ്ച് ആവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ മേളിൽ നിന്ന് ഡ്രാഗ് ചെയ്തപ്പോൾ ആ മേളിലത്തെ സെല്ലിൽ ഉണ്ടായിരുന്ന അതേ കണ്ടന്റ് ആണ് താഴത്തെ സെല്ലുകളിലേക്ക് കോപ്പി ആയിട്ടുള്ളത്. ഇവിടെ ഞാൻ ഈ ഫിൽ സീരീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അത് സീരീസിലേക്ക് മാറുകയുള്ളൂ. സോ ഞാനിവിടെ ഫിൽ സീരീസ് സെലക്ട് ചെയ്തു, ആ ഒരു നമ്പേഴ്സ് സീരീസിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിപ്പോൾ വെർട്ടിക്കലി ഇങ്ങനെ നമുക്ക് സീരീസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും നമുക്ക് സീരീസ് ഫില്ല് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഫിൽ സീരീസ് സെലക്ട് ചെയ്യുക. അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇപ്പം നമുക്ക് അതുപോലെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇവിടെ ഞാൻ 2 നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുകയാണ്. 1, 2 എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ആ നമ്പർ 2 സെല്ലും സെലക്ട് ചെയ്തു, 2 നമ്പേഴ്സും സെലക്ട് ചെയ്തു. ശേഷം ആ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സീരീസ് ഓഫ് നമ്പേഴ്സ് ലഭിക്കും. ഇതിപ്പോൾ 1, 2, 3, 4, 5 എന്നിങ്ങനെ നമുക്ക് ഒരു സീരീസ് ഓഫ് നമ്പറാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസും ഇതുപോലെ സീരീസ് ആയിട്ട് എൻ്റർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഓൾറെഡി 2 ഇവിടെ ഉണ്ട്. ഞാൻ 2ൻ്റെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ 4, 6 എന്നിങ്ങനെ എൻ്റർ ചെയ്തു. ആ 3 നമ്പേഴ്സ്, ആ 3 സെൽസും ഞാൻ സെലക്ട് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് മുഴുവൻ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിരിക്കും. ഓൾറെഡി ഇവിടെ നമുക്ക് നമ്പർ 3 ഉണ്ട്. സോ ഞാനിവിടെ 6 ടൈപ്പ് ചെയ്തു. വീണ്ടും ആ 2 നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിരിക്കും. ഇതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് ഡേറ്റ നിങ്ങളുടെ എക്സലിൽ അവൈലബിൾ ആണ്. ആ ഓരോ കണ്ടന്റിനും നിങ്ങൾക്ക് നമ്പേഴ്സ് കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാൻ 1, 2 എന്നിങ്ങനെ 2 നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത ശേഷം സെലക്ട് ചെയ്യുക, 2 നമ്പേഴ്സും സെലക്ട് ചെയ്തിട്ട് ഈ ഫിൽ ഹാൻഡിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതുവരെയാണോ നിങ്ങളുടെ എക്സൽ ഷീറ്റിൽ ഡേറ്റ ഉള്ളത് അത്രയും ഡേറ്റയ്ക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പേഴ്സ് കൊടുക്കുന്നതാണ്. സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നമ്പേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫിൽ ഹാൻഡിൽ ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ നമ്പേഴ്സ് സീരീസ് എൻ്റർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഡേ ഓർഡർ എങ്ങനെ എൻ്റർ ചെയ്യാം നോക്കാം. ഞാനിവിടെ സൺഡേ എന്ന് എൻ്റർ ചെയ്തു. സൺഡേ എൻ്റർ ചെയ്തിട്ട് ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ഓരോ ഡേ ആയിട്ട് ഓട്ടോമാറ്റിക്കായി അതിൽ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇത് ഹൊറിസോണ്ടലി നമുക്ക് ചെയ്യാൻ കഴിയും. ഹൊറിസോണ്ടലി ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഡേറ്റ ഫില്ലാക്കി കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് മന്ത് ഓർഡർ എൻ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ജനുവരി എന്ന് എൻ്റർ ചെയ്തു. ജനുവരി എൻ്റർ ചെയ്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ആ ഒരു മന്ത് ഓർഡർ ലഭിക്കും. അതുപോലെ തന്നെ അത് ഹൊറിസോണ്ടലി ചെയ്താലും നമുക്ക് ആ ഒരു മന്ത് ഓർഡർ ലഭിക്കുന്നതാണ്. സോ ഇതുപോലെയാണ് നമ്മൾ എക്സലിൽ നമ്പേഴ്സ്, ഡേ ഓർഡർ, മന്ത് ഓർഡർ ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റും നമ്പറുമായിട്ടുള്ള ഒരു കണ്ടന്റ് എൻ്റർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഞാൻ A1 എന്ന് എൻ്റർ ചെയ്തു. A1 ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ആ A1ൻ്റെ സീരീസ് A1, A2, A3 എന്നുള്ള സീരീസ് ലഭിക്കുന്നതാണ്. അത് നമുക്ക് വെർട്ടിക്കലി ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തു. ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഇങ്ങനെ ഡേറ്റ ഫില്ല് ചെയ്യാവുന്നതാണ്.
ഡേറ്റ് എൻ്റർ ചെയ്ത് അതിൻ്റെ ഫിൽ സീരീസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡേറ്റ് എന്താണോ ഉള്ളത് അതേ ഫോമാറ്റിൽ നമ്മൾ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റെ സിസ്റ്റത്തിലുള്ള ഡേറ്റ് മന്ത്, ഡേറ്റ്, ഇയർ എന്നുള്ള ഫോമാറ്റിലാണ്. സോ മന്ത്, ഡേറ്റ്, ഇയർ എന്നുള്ള ഫോമാറ്റിൽ ഞാൻ ഇവിടെ ഡേറ്റ് എൻ്റർ ചെയ്തു. ഡേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഈ ഫിൽ ഹാൻഡിൽ ഈ റൈറ്റ് ബോട്ടം കോർണറിലെ പ്ലസ് സ്ക്വയർ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നതാണ്. അതുപോലെ തന്നെ അത് ഹൊറിസോണ്ടലി ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡേറ്റ് ലഭിക്കുന്നതാണ്. സോ ഇവിടെ ഒരു സെല്ലിൽ നമുക്ക് ഡേറ്റ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. ഹാഷ് സിമ്പലാണ് കാണുന്നത്. അതിനർത്ഥം ആ ഒരു സെല്ലിലെ സ്പേസ് എനഫ് അല്ല എന്നുള്ളതാണ്. സോ നമ്മളിവിടെ ആ ഒരു സെല്ലിൻ്റെ ബോർഡറിൽ നമ്മൾ മൗസ് കഴ്സർ കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഡബിൾ സൈഡഡ് ആരോ കിട്ടും. ആ ആരോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൽ വിട്ട് അഡ്ജസ്റ്റ് ആകും. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഞാനിവിടെ 10 to 11 എന്ന് ടൈപ്പ് ചെയ്തു. 10 to 11 എനിക്ക് താഴേക്ക് ഒരു 10 സെല്ലുകളിലേക്ക് ഈ സെയിം ഡേറ്റയാണ് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഈ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എനിക്ക് സെയിം ഡേറ്റയാണ് താഴേക്കുള്ള എല്ലാ സെല്ലുകളിലും വേണ്ടത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്തു. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഒരു സീരീസ് ആയിട്ടാണ് അത് ഫില്ലാവുന്നത്. 10 to 11 എന്നുള്ളത് മാറി 11 to 11, 12 to 11, 13 to 11 എന്നിങ്ങനെ സീരീസ് ആയിട്ടാണ് അത് ഫില്ലാവുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സീരീസ് വേണ്ട, മേളിലത്തെ അതേ കണ്ടന്റ് തന്നെയാണ് താഴേക്കും വേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഓട്ടോഫിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കുക, ഫിൽ സീരീസ് എന്നുള്ളത് മാറ്റിയ ശേഷം ഈ കോപ്പി സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. കോപ്പി സെൽസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മേളിലത്തെ സെല്ലിൽ എന്താണോ ഡേറ്റ ഉള്ളത് അതേ ഡേറ്റ താഴത്തെ സെല്ലുകളിലേക്കും സെലക്ട് ആയിട്ട് വരുന്നതാണ്, താഴത്തെ സെല്ലുകളിലേക്കും കോപ്പി ആകുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഞാനിവിടെ ജസ്റ്റ് ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യാണ്. ലെറ്റ്സ് ലേൺ MS Excel എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു കണ്ടന്റ് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. അത് താഴേക്ക് ഡ്രാഗ് ചെയ്തു. ആ സെയിം കണ്ടന്റ് ആണ് താഴേക്ക് കോപ്പി ആയിട്ടുള്ളത്. കാരണം ഇത് വെറും ഒരു ടെക്സ്റ്റ് ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് സീരീസ് ആയിട്ടൊന്നും ലഭിക്കില്ല. ജസ്റ്റ് ആ സെയിം കണ്ടന്റ് തന്നെ മറ്റ് സെല്ലുകളിലേക്കും കോപ്പി ആയിട്ട് ലഭിക്കുന്നതാണ്. കാരണം ഇത് വെറും ഒരു ടെക്സ്റ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു കണ്ടന്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അടുത്ത സെല്ലിലേക്കും എക്സീഡായി പോയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത സെല്ലിലേക്കും എക്സീഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കാം, ഞാൻ മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഫോർമുല ബാറിൽ നമുക്ക് സെല്ലിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നൊക്കെ കാണാനായിട്ട് കഴിയും. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഫോർമുല ബാറിൽ നോക്കുമ്പോൾ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തില്ല ലെറ്റ്സ് ലേൺ MS Excel എന്നുള്ള ഒരു കണ്ടന്റ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമുക്ക് ഇവിടെ ഈ സെല്ലിൻ്റെ വ്യൂവിൽ നോക്കുമ്പോൾ ഈ MS Excel എന്നുള്ളത് അടുത്ത സെല്ലായിട്ടാണ് കാണുന്നത്. സോ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോർമുല ബാറിൽ നോക്കുമ്പോൾ കണ്ടില്ലേ, അത് ബ്ലാങ്ക് ആണ്. അതിനർത്ഥം നമ്മുടെ ഡേറ്റ ഉള്ളത് ഈ ഒരു L കോളത്തിൽ റോ നമ്പർ 9ലാണ്, അതായത് L9 എന്നുള്ള സെല്ലിലാണ് നമ്മുടെ ഡേറ്റ ഉള്ളത്. ഇപ്പോൾ അടുത്ത സെല്ലിൽ M9ൽ വേറെ ഡേറ്റ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഡേറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിസിബിലിറ്റി കട്ടാകും. നമ്മൾ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഫോർമുല ബാറിൽ അതിലെ ഫുൾ കണ്ടന്റ് ലെറ്റ്സ് ലേൺ MS Excel എന്നുള്ളത് കാണാൻ കഴിയും. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കണ്ടന്റ് നമ്പർ 1 എന്നുള്ളത് കാണാൻ കഴിയും. ഇനി നമുക്കിത് പൂർണ്ണമായിട്ടും വിസിബിൾ ആവണമെങ്കിൽ ഒന്നിൽ നമ്മൾ കോളം വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ കോളം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫുൾ കണ്ടന്റ് കാണാവുന്നതാണ്. ഈ റാപ്പ് ടെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ കോളം വിഡ്ത്ത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക എന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ദയവായിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. ഇനി നമുക്ക് നോക്കാനുള്ളത്, മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് അല്ലെങ്കിൽ ഒരു കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലേക്ക് ഒരു ഡേറ്റ എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ആ സെല്ലിലെ കണ്ടന്റ് മൂവ് ചെയ്യാനായിട്ട് ആ സെല്ലിൻ്റെ ബോർഡറിന് മേളിൽ നമ്മൾ മൗസ് കഴ്സർ വെക്കുമ്പോൾ, അതായത്
മൗസ് കഴ്സർ വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു 4 സൈഡഡ് ആരോ ലഭിക്കുന്നതാണ്. ആ 4 സൈഡഡ് ആരോ കിട്ടുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എവിടേക്കാണോ മാറ്റേണ്ടത് ആ സെല്ലിൽ കൊണ്ടുപോയി മൗസ് ക്ലിക്ക് റിലീസ് ചെയ്യുക. സോ നമുക്ക് ഡേറ്റ മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാൻ കഴിയും, കോളം ഒറ്റ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്യാനായിട്ട് കഴിയും, റോ ഒരു സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ നമുക്ക് ഡേറ്റാസ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കോളം മൂവ് ചെയ്യുന്നതിന് ആ എൻറ്റയർ കോളം സെലക്ട് ചെയ്യാനായിട്ട് ആ കോളം ലെറ്ററിന് മേളിൽ മൗസ് കഴ്സർ വെക്കുക. അന്നേരം നമുക്ക് ഈ ഒരു ഡൗൺ ആരോ സിമ്പൽ ലഭിക്കും. അന്നേരം ആ ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ എൻറ്റയർ കോളം സെലക്ട് ആകും. ആ സെലക്ട് ആകുന്ന ടൈമിൽ ഈ ഒരു കോളത്തിൻ്റെ ബോർഡറിൽ മൗസ് കഴ്സർ കൊണ്ടുപോവുക. അവിടെ നമുക്കൊരു 4 സൈഡഡ് ആരോ കിട്ടും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് എവിടേക്കാണോ മാറ്റേണ്ടത് അങ്ങ് മാറ്റി വയ്ക്കുക. സോ ഇങ്ങനെയാണ് ഒരു കോളം മൂവ് ചെയ്യുന്നത്. ഇനി റോ മൂവ് ചെയ്യാനാണെങ്കിൽ ആ റോ നമ്പറിന് മേളിൽ ക്ലിക്ക് ചെയ്യുക. സോ എൻറ്റയർ റോ സെലക്ട് ആകും. സെലക്ട് ആയ ശേഷം ആ ബോർഡറിൽ മൗസ് കഴ്സർ കൊണ്ടുപോയി 4 സൈഡഡ് ആരോ കിട്ടുമ്പോൾ മൗസ് ക്ലിക്ക് ചെയ്ത് എവിടേക്കാണോ വേണ്ടത് അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് കണ്ടന്റ് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്കൊരു സെല്ല് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പർട്ടിക്കുലർ സെല്ല് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ സെല്ല് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഹോം ടാബിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സെല്ല് ഡിലീറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ആ എവിടെയാണോ നിങ്ങൾക്ക് സെല്ല് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഹോം ടാബിൽ തന്നെ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു സെല്ല് ഇൻസേർട്ട് ആവുന്നതാണ്. ഇത് ഇൻസേർട്ട് ആവുന്നതും ഡിലീറ്റ് ആവുന്നതും നമ്മൾ എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ ഞാനൊരു സെല്ലായിരുന്നു സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തതും ഡിലീറ്റ് ചെയ്തതും, അതുകൊണ്ട് ഒരു സെല്ല് ഡിലീറ്റ് ആയി, അതുപോലെ തന്നെ ഒരു സെല്ല് ഇൻസേർട്ടും ആയി. ഇപ്പം ഞാനൊരു കോളം സെലക്ട് ചെയ്തിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഒരു കോളം ഡിലീറ്റ് ആകും. ഞാൻ ആ കോളം സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എൻ്റെ ഒരു കോളം അവിടെ ഇൻസേർട്ട് ആകും. അതുപോലെ ഞാനൊരു റോ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോ ഡിലീറ്റ് ആകും. ഞാനൊരു റോ സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോ ഇൻസേർട്ട് ആകുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ സെൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ബാക്കി കാര്യങ്ങൾ, ബാക്കി ഫങ്ഷൻസ്, ബേസിക് ഫങ്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ടിൽ ദെൻ ബൈ ബൈ.